ഹായ് ഗായ്സ്, അപ്പോൾ യൂട്യൂബ് ജേണി ഇന്നിവിടെ തുടങ്ങിയാണ്. ഒരു ലക്ഷറി ക്രൂസ് യാത്ര ഇവിടെ തന്നെ തുടങ്ങിയാണ്. അപ്പോൾ കാണാം. അങ്ങനെ നമ്മുടെ വണ്ടി വന്നിരിക്കുകയാണ് ഗായ്സ്. ആ കാണുന്ന വാനാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ബാക്കി വണ്ടി കയറിയിട്ട് കാണാം. ഞങ്ങളുടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. ഞങ്ങളങ്ങനെ വേണ്ട ഫ്ലൈറ്റിൻ്റെ ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോവുകയാണ്, ഞാനും എൻ്റെ ചേച്ചിയും. ഓക്കെ, അപ്പോൾ കാണാം. എന്താ എന്തെങ്കിലും പറയണോ? ഓഫ് ടു മയാമി. ഞങ്ങളൊരു മക്ഡൊണാൾഡ്സിൽ കയറി ഇരുന്നപ്പോഴത്തേനും നല്ല വിശപ്പ്. എന്നാൽ പിന്നെ എന്തെങ്കിലും മേടിച്ച് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇങ്ങനെ കേട്ടോ പരിപാടി. നമ്മൾ നേരെ പോയി ഓർഡർ ചെയ്യുമല്ല. നമ്മളിതുവരെ ക്രെഡിറ്റ് കാർഡ്സ് ഉള്ളതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വന്ന് ഞങ്ങളിങ്ങനെ ഓർഡർ ചെയ്ത് ഒരു 2-2.5 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം മയാമിയിൽ ലാൻഡ് ചെയ്തു കേട്ടോ. നല്ല ഒന്നാം തരം കുലുക്കമായിരുന്നു. ആ ഒന്നാം തരം കുലുക്കത്തിൽ ഞാൻ വിചാരിച്ച് മിക്കവാറും സ്വർഗത്തിലേക്ക് പോകുന്നു. എന്തായാലും ഭാഗ്യത്തിന് എത്തി. ഇനിയിപ്പോൾ നേരെ ഹോട്ടലിലേക്ക് പോകണം. ടയേർഡായി, തളർന്നു. അങ്ങനെ റൂമിൽ വന്ന ഉടനെ ഇറങ്ങി തെരുവ് തണ്ടാൻ ഇറങ്ങി. നാട്ടിലെ പോലെ കാറും നോക്കി നിൽക്കുക. ഊബറാ, ഇവിടെ എല്ലാത്തിനും ഊബറാണ് കേട്ടോ. ഊബർ നോക്കി നിൽക്കുക. ഊബറും വന്നില്ല, ഊബറിൻ്റെ ഒരു പൊടിയും കാണുന്നില്ല ഇവിടെ. അങ്ങ് വെയിൽ കൊണ്ട് ഇങ്ങനെ നിൽക്കുക ഇവിടെ. നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമ്മറൊക്കെ ആകുമ്പോഴത്തേനെ ഒരു 4-5 ദിവസത്തേക്കൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ കറങ്ങി. ശരിക്കും പറഞ്ഞാൽ പൈസ കീറും, അതൊരു വിഷമമാണ്. എന്നാലും കുഴപ്പമില്ല, ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആശ്വസിക്കാം. പറയുമ്പോഴും ഒരു വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ആശ്വസിക്കാം. ഏത് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല. ഇങ്ങനെ ഒരു ബബിൾ ടീ പ്ലേസിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടക്കുന്നു. ഇവിടെ മൊത്തം എഴുത്താണ്. അതെന്ത് എഴുതി വെച്ചേക്കുന്നത്? ആ കൊള്ളാം. എല്ലായിടത്തും പടവും വരച്ച് എന്ത് ഭംഗിയാന്ന് കാണാൻ. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്തൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. നല്ല ആർട്ടൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ. തറയിലും വരച്ച് വാൾ പെയിൻറ്റിങ്ങും ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ഇവർ സൂക്ഷിച്ചേക്കുന്നത്. ചില സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ തനി കേരളം തന്നെ കേട്ടോ. നമ്മുടെ റോഡിലെ സൈഡാണേലും ആൾക്കാരാണേലും എന്ന് പറഞ്ഞ് മുണ്ടും കൈലിയൊന്നും എടുത്തല്ല നിൽക്കുന്നത്. അത് വേറെ കാര്യം. ഇവിടുത്തേതായ രീതികളിൽ നമുക്ക് കേരളമായിട്ട് തോന്നും. എല്ലാ ബിൽഡിങ്ങും ഇതുപോലെ വരച്ച് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാം. ഇതുണ്ടോ ആ കെട്ടിടത്തിന്റെ മേൾഭാഗം മൊത്തം മേൾഭാഗം വരെ നല്ല വരച്ച് അടിപൊളിയാക്കി വെച്ചേക്കുക. അങ്ങനെ കുറേ നേരത്തെ അലച്ചിലിന് ശേഷം ഒരു കടയിൽ കയറി ഞങ്ങൾ തീരുമാനിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്നുള്ള തീരുമാനിച്ച് ഒരു കടയിൽ കയറി ടാക്കോസ് ഓർഡർ ചെയ്തു. മെക്സിക്കൻ ഫുഡാണ് ടാക്കോസ്. അത് ഓർഡർ ചെയ്തു. ഞാൻ ഒരു തവണയും കണ്ടേ കഴിച്ചിട്ടുള്ളൂ ഇതിന് മുമ്പ്. അമേരിക്ക വന്നിട്ട് 1 വർഷമായി. ഞാൻ ഒരു തവണ കഴിച്ചിട്ടുള്ളൂ. മെയിനായിട്ട് കാശ് സേവ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ വെളിയിൽ പോയി കഴിപ്പൊന്നുമില്ല. ഒരു പിച്ചക്കാരൻ ജീവിതമാണ്. പക്ഷേ സ്ഥലം കൊള്ളാം കേട്ടോ. വൈബ്. എന്തായാലും വെക്കേഷൻ വന്നതല്ലേ, ഒന്ന് വൈബ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ഥലം കൊള്ളാം. ഞങ്ങളവിടെ പെട്ടി ലീവ് ചെയ്തു കേട്ടോ. പെട്ടി ലീവ് ചെയ്തിട്ട് അവരുടെ തന്നെ ആൾക്കാരുണ്ട്. നമ്മൾ പെട്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അകത്തോട്ട്. അവർ തന്നെ നെയിം ടാഗ് ഒട്ടിച്ചിട്ട് പെട്ടി അകത്തേക്ക് ഷിപ്പിൽ അവരായിട്ട് കൊണ്ടുപോകുന്നത്. അത് കണ്ടോ, ഇവിടുത്തെ കൊണ്ടുപോകുന്നുണ്ടോ? അതുപോലെ കൊണ്ടുപോകും. എന്നിട്ട് ഞങ്ങൾ ഇതുപോലെ നടക്കും.
നമ്പർ ഇവിടെ നമ്പർ 4 നമ്പർ 11 വരെ നടക്കും. നമ്പർ 11 വരെ നടന്ന് അവിടുന്ന് റൈറ്റ് എടുക്കാനാണ് ഒരുത്തൻ പറഞ്ഞത്. കൊള്ളാം. ആദ്യമായിട്ട് ഇത്രയും വലിയ കപ്പലൊക്കെയാണ് ഇത്. കണ്ടോ, ആ കെട്ടിടത്തിനെക്കാട്ടി 2 ഇരട്ടിയുണ്ട്. ഇതുപോലെ എയർപോർട്ടിൽ കാണുന്ന പോലെ പെട്ടി കയറ്റി വിടും ഓരോ നമ്പർ അനുസരിച്ച്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞു. അതായത് എയർപോർട്ടിലെ ഉള്ള പോലെ തന്നെ സെയിം സെക്യൂരിറ്റി ചെക്ക് അതെല്ലാം കഴിഞ്ഞ്. ഇതാണ് ഷിപ്പ്. കയറിയിട്ടില്ല. ഷിപ്പ് ആ മഞ്ഞ കളർ കാണുന്നില്ല, അതാണ് ഷിപ്പിൻ്റെ സൈഡ് വരുന്നത്. ഇപ്പം അത് കഴിഞ്ഞ് ഷിപ്പിലേക്ക് ചെക്കിനുള്ളതുണ്ട്, പ്രയോറിറ്റി ചെക്കിൻ. നമ്മളൊക്കെ പാവങ്ങളായതുകൊണ്ട് നോർമൽ ചെക്കിങ്ങാണ്. അപ്പോൾ ചെക്കിനിലേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കപ്പലിൽ കയറി ഒന്ന് സെറ്റിലായി, കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റാക്കി, റൂമിലൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഇറങ്ങി വെളിയിലോട്ട്. ഇപ്പം സമയം വൈകുന്നേരം 6:45. ഇപ്പോൾ 7 മണി തൊട്ടാണ് ഡിന്നർ. അപ്പോൾ ഡിന്നറിൻ്റെ സ്ഥലത്തേക്ക് പോവാണ്. സംഭവം കൊള്ളാം കേട്ടോ. പൊളി എന്ന് പറഞ്ഞുണ്ടല്ലോ, ഒരു 1.5 പൊളി നമ്മൾ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. വൻ പൊളി എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ സ്ഥലം, സിംഗിൾസ് മീറ്റപ്പ്, സംഭവം കൊള്ളാം കേട്ടോ. ഒരു രക്ഷയില്ല, വൻ പൊളി. ഞാനിപ്പോൾ ഒരു ഗെയിമിംഗ് സെക്ഷനിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ വീഡിയോ കാണിച്ചു തരാം. ആ ഗെയിമിംഗ് സെക്ഷൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാം. ബാർ, ഔട്ട്ഡോർ ബാർ, ഇൻഡോർ ബാർ. റൂമിൽ മാത്രം ബാറില്ല, അതൊരു കുറവായിപ്പോയി. പോട്ടെ, അടുത്ത തവണ റൂം എടുക്കുമ്പോൾ അല്പം കൂടിയ റൂം എടുക്കാം. ഏത് സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. വൻ പരിപാടി എന്ന് പറഞ്ഞാൽ വൻ പരിപാടി. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം സംഭവം. ഞാൻ എടുത്ത ടിക്കറ്റ് ഏകദേശം $550 ഞാൻ ഏതോ ഒരു സൈബർ മൺഡേയോ ബ്ലാക്ക് ഫ്രൈഡേ സെയിലെല്ലാം കണ്ട എടുത്തത്. അപ്പോഴത്തേന് അത്യാവശ്യം എനിക്ക് $500 അടുപ്പിച്ചായി. ഈ $500 അടുപ്പിച്ചായെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വില ഏകദേശം $1,100 ആണ്. അപ്പം അന്ന് സെയിൽ ഉണ്ടായതുകൊണ്ടാണ് 50% കിട്ടിയത്. ശരിക്കും US ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഞാൻ ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. 2 മണിക്കൂർ ആയതേ ഉള്ളൂ കയറിയിട്ട്. ഇനി 4 ദിവസമുണ്ട്, ഇനി 4 നൈറ്റാണ്. അപ്പോൾ തന്നെ വന്ന് നോക്കാം. നമ്മൾ ഓർഡർ എടുക്കും കേട്ടോ. ഓർഡർ എടുത്ത സ്റ്റാർട്ടേഴ്സ്, മെയിൻ കോഴ്സ്, ഡെസേർട്ട്. നമ്മൾ വന്ന് ഓരോരുത്തരുടെ ഓർഡർ എടുത്ത് അവൻ വന്ന് പേര് ഇൻട്രൊഡ്യൂസ് ചെയ്ത്, പിന്നെ ഇന്നതാണ് ഇവൻ്റെ പേര് എന്നൊക്കെ പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഓർഡർ എടുത്ത് ഇനി അത് കൊണ്ടുവരും. ഒരാൾ ഓർഡർ ചെയ്ത ഫുഡാണ് ഒച്ചിൻ്റെ സൂപ്പ്. ഇതുണ്ടോ ഈ കിടക്കുന്നത്? ഒച്ചിൻ്റെ സൂപ്പാണ് ആ കിടക്കുന്നത്. അതും കേക്കും. ഇതുണ്ടോ നമ്മുടെ ഈ തറയിൽ കൂടെ ഇങ്ങനെ പതുക്കെ എഴിഞ്ഞു പോകുന്ന ഈ ഒച്ചില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ എന്ന് തോന്നുന്ന ആ ഒച്ചിനെ സൂപ്പാക്കി കഴിക്കുന്ന ഒരാൾ എൻ്റെ അടുത്ത് ഇരുന്നിട്ട്. അങ്ങനെ ഞാൻ ഒരു ക്രാബ് കേക്ക് ഓർഡർ ചെയ്തത്. അതായത് നണ്ടിൻ്റെ ഒരു കേക്ക്, ഒരു കട്ട്ലേറ്റ് ഷേപ്പൊക്കെ ഉണ്ട്. നണ്ടിൻ്റെ എനിക്കൊന്ന് മീറ്റ് എടുത്തിട്ട് അത് ബേക്ക് ചെയ്ത് കേക്കാക്കി കൊണ്ടുവന്നേക്കുക. കൊള്ളാം. അവിടെ വേറെ എന്തോ സാധനമാണ് കഴിക്കുന്നത്. എന്തായാലും കൊള്ളാം. കട്ട്ലേറ്റ് കഴിച്ചു നോക്കട്ടെ. അങ്ങനെ ഡിന്നറെല്ലാം കഴിഞ്ഞിറങ്ങി കേട്ടോ. ഡിന്നറെല്ലാം കഴിഞ്ഞിറങ്ങിയിട്ട് ഇവിടെ ഒരാൾക്ക് ഐസ് സ്കേറ്റിംഗ് കാണാൻ പോകണം. അപ്പോൾ ഐസ് സ്കേറ്റിംഗ് കാണാനായിട്ട് ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്ന് ഒരു എൻഡിൽ നിന്ന് അപ്പുറത്തെ എൻഡ് വരെ എത്താൻ ഏകദേശം 15 മിനിറ്റ് എടുക്കും കേട്ടോ. നടന്ന് ഊപ്പാടുകളായി. അതും ഓരോ ഫ്ലോർ ഭയങ്കര കൺഫ്യൂസിങ് ഒക്കെ. അതായത് നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എവിടെ എന്തൊക്കെയാണെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഐസ് സ്കേറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തി. സായിപ്പ് നിന്ന് എന്തോ കോമഡിയൊക്കെ അടിക്കുന്നുണ്ട്, ഒന്നും മനസ്സിലാകാത്തതുകൊണ്ട് കുഴപ്പമില്ല.
told him it was a 10-day cruise. You know, some of you gotta lie in a bathroom in Miami for like 6 days. I don't blame it. I'm a parent too now. I feel your pain. You know, it's hard being a parent. I can't. Some days I can't stand it. But there's two types of people. Either you have a kid or you don't. Because before you have a kid, you're a parenting expert. അങ്ങനെ കോമഡി ഷോ കഴിഞ്ഞ് റൂമിലെത്തി. സായിപ്പും മദാമ്മൂരും ഒക്കെ വഞ്ചിരി. അവൻ എന്ത് തേങ്ങയാ പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ സൈഡിലുള്ളവർ ചിരിക്കുമ്പോൾ ചുമ്മാ എനിക്ക് എന്തെങ്കിലും മനസ്സിലായെന്ന് കാണിക്കണമല്ലോ. പിന്നെ ഞാനിതിങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിരിച്ച് പല്ലൊക്കെ കാണിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരുന്ന് ഒരു തേങ്ങ എനിക്ക് മനസ്സിലായി. അവസാനം തീരാൻ ഞാൻ നിന്നില്ല. ഞാനൊരു 10-15 മിനിറ്റ് ആയപ്പോഴത്തേ ഞാൻ ഇറങ്ങി ഇങ്ങ് പോകുന്നു. വല്ല മനസ്സിലായിട്ട് വേണ്ടേ? അതിനേരം വെറുതെ റൂമിൽ കിടന്ന് ഉറങ്ങിയാൽ മതിയായിരുന്നു. രാത്രി ഒരു 12 മണി കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കപ്പലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുക. നല്ല കാറ്റ്, നല്ല കാലാവസ്ഥ. തണുപ്പൊന്നുമില്ല കേട്ടോ, തണുപ്പെല്ലാം കഴിഞ്ഞു. നല്ല കാലാവസ്ഥ. കപ്പലിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ നടക്കുക. പ്രത്യേകിച്ച് ആരുമില്ല, എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നുന്നു. മുകളിലങ്ങും ആരുമില്ല. നേരത്തെ ഇവിടെ എല്ലാം ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട്. ഇവിടെ ഡാൻസും പരിപാടിയും സ്വിമ്മിങ് പൂളും എല്ലാം ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഇവിടെ ആരുമില്ല. എനിക്കിവിടെ ബാറൊക്കെ ഉണ്ടായിരുന്നു, എല്ലാം ക്ലോസ് ചെയ്ത്. ഇങ്ങനെ നടക്കുന്നു. ഇപ്പുറത്ത് കാണുന്ന ഇതെല്ലാം കടല കേട്ടോ. ഈ കറുത്ത് കാണുന്ന എല്ലാം കടല. പ്രത്യേകിച്ചൊന്നും കാണത്തില്ല, കടല. രാവിലെ 8 മണിക്കെങ്ങാണ്ട നമ്മൾ ഒരിടത്ത് ലാൻഡ് ചെയ്യും. നസേ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യും. ബഹാമാസിൻ്റെ ഒരു ഭാഗമാണ്. ഇങ്ങനെ നടക്കുന്നു. കൊള്ളാം, നല്ല വൈബുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, വൈബാണ്. വൈബ് നമ്മൾ പൊളിക്കണം. ഇങ്ങനെ അങ്ങ് അർമാദിക്കണം. കയറുക, അർമാദിക്കുക. ആരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നാട്ടുകാരെന്ത് വിചാരിക്കും. ഒന്നുമില്ല. ഇവരെ കാര്യം ഇവരെന്ത് വിചാരിക്കും. ഇങ്ങ് കയറുക, അർമാദിക്കുക. ഇവിടെയൊക്കെ സായിബും മദാമയൊക്കെ കാണിക്കുന്ന കണ്ടുകഴിഞ്ഞ് നമ്മൾ തന്നെ വിചാരിക്കും, ഓ നമ്മളൊക്കെ ഇതെല്ലാം കൂടെ അടക്കി പിടിച്ച് ഈ ഇമോഷൻസും വികാരങ്ങളും എല്ലാം കൂടെ അടക്കി പിടിച്ച് നടക്കുകയാണ്. ജീവിതകാലം മൊത്തം ഇങ്ങനെ ജീവിക്കുക. എന്തിനൊരു കാര്യമില്ല. അല്ല, അടിപൊളിയായിട്ട് ഇവിടെ കിടന്ന് അർമാദിക്കണം. 4 ദിവസമേ ഉള്ളൂ. എന്തായാലും കയറി അർമാദിക്കുക, പൊളിക്കുക. ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ. ആൽക്കഹോളിന് മാത്രം പൈസ കൊടുക്കണം. അങ്ങനെ DJ പരിപാടികളും എല്ലാം കഴിഞ്ഞ് തളർന്ന് രാത്രി 3 മണി 4 മണിയായി, വെളുപ്പിനെയായി. എല്ലാം കഴിഞ്ഞ് തിരിച്ച് പോവാ റൂമിലോട്ട്. ഇനി പോയൊന്ന് കുളിക്കണം, ഉറങ്ങണം. ബോധമുണ്ടേ നാളെ രാവിലെ കാണാം. നാളെ എന്തൊക്കെയോ പരിപാടി, ഓരോ ദിവസവും ഓരോരോ ഡിഫറെൻറ്റ് പരിപാടികളുണ്ട്. ഇപ്പോഴും ബാർ അടച്ചിട്ടില്ല, ഇവിടെ ആൾക്കാരുണ്ട്. അപ്പം ഇന്നത്തെ കഴിഞ്ഞ് ഫസ്റ്റ് ഡേ കഴിഞ്ഞ് ഇനി 3 നൈറ്റ് കൂടെ ഉണ്ട്. ഒരു നൈറ്റ് കഴിഞ്ഞ് 3 നൈറ്റ്. 4-ാമത്തെ ദിവസം രാവിലെ തിരിച്ചെത്തും. അപ്പം ശരി, ആദ്യ ദിവസം കഴിഞ്ഞ് തളർന്ന് അർമാദിച്ച്